ലെഫ്റ്റ് പോണേ അത് മാറ്റും പോട്ട് ആ ജീപ്പ് മാറ്റാൻ പറ ജീപ്പ് മാറ്റാൻ പറ അഭിമാനകരമായ നിമിഷമാണ്. അതെ അതെ, വധശിക്ഷ അവസാന ഘട്ടങ്ങളിൽ അറിയാമായിരുന്നു. പ്രോസിക്യൂഷന്റെ ഒരു നല്ല സമീപനം, അവസാന രീതിയിലെ സമയത്ത് ഇത് ഇങ്ങനെ ഒരു വധശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതലേ വിചാരിച്ചത്. അത് തന്നെയാണ് കിട്ടിയത്. ഈ കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ലൊരു നിമിഷമാണ് ഈ നിമിഷം. അതെ അതെ, കോടതി വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ചു. ഞങ്ങളിതിൽ ഏറ്റവും വലിയ ഓഫീസർ മുതൽ ചെറിയ ആൾക്കാർ വരെ ഇതിലുണ്ടായിരുന്നു. ആ ടീമിലുള്ള എല്ലാവരുടെയും അശാന്ത പരിശ്രമമാണ് ഇത്തരത്തിലുള്ള ഒരു വിധി നിർണയത്തിന് കൊണ്ടെത്തിക്കാൻ പറ്റിയത്. വളരെ അഭിമാനം. അതെ, പ്രാഥമിക സാക്ഷികളില്ലായിരുന്നു. ഞങ്ങൾക്ക് CCTV ദൃശ്യങ്ങളും അന്ന് കൂടെ പോയ ഒരു പ്രധാന സാക്ഷി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ എവിഡൻസുകളും ഞങ്ങളെ കോർത്തെടുത്തു. ഇത്തരത്തിലൊരു നല്ല വിധി പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയത് സന്തോഷം. ഒരു പോലീസുകാരൻ എന്ന നിലയിൽ, ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ വളരെ അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഈ വിധി. ഇനി ഒരു ഗ്രീഷ്മ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനും ഈ വിധി വളരെയധികം സഹായിക്കും. വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടൊരു അന്വേഷണം. നിങ്ങൾ അറിയാലോ, ഒരു ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത കേസാണ്. കഷായം കൊടുത്തു, കഷായത്തിൽ വിഷം കലക്കി കൊടുത്തു എന്ന് പറയുന്നെങ്കിലും ആ വിഷം ആര് കലക്കി കൊടുത്തു, മരണപ്പെട്ട ഷാരോൺ രാജ് എപ്പോൾ അവളെ വീട്ടിലെത്തി, എപ്പോൾ തിരിച്ചു വന്നു, ഇതൊന്നും കണ്ട ദൃക്സാക്ഷികൾ ആരുമില്ല. ഈ കേസിൽ ആരുമില്ല. ഒന്ന് ഷാരോൺ രാജിന്റെ ഫ്രണ്ട് മാത്രമാണ് പറയുന്നത് അവിടെ കൊണ്ടാക്കിയത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ നിന്നും ഈ കേസിനെ ഈ രീതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. അന്വേഷണം എന്ന് പറയുന്ന ഈ കേസിന്റെ ഡിറ്റക്ഷൻ മുതൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത് കോടതിയിൽ വിധി വരുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. നേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ അന്വേഷണത്തിലാണെങ്കിൽ നമ്മള് ഹയർ ഓഫീസേഴ്സ്, പ്രത്യേകിച്ച് എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അഡീഷണൽ SP താഴത്തുള്ള എല്ലാവരും എന്നിട്ട് പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി, അത് കഴിഞ്ഞ് ഓരോ ദിവസവും റിവ്യൂ നടത്തി, അതിനനുസരിച്ച് വളരെയധികം ഭംഗിയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയി. അതിനുശേഷം എല്ലാ തെളിവുകളും കണ്ടെത്തിയതിന് ശേഷം അതിനെ കുറ്റപത്രം തയ്യാറാക്കി ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ ഉള്ള തെളിവുകളാണ്, പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകളും പിന്നെ നമ്മളെ മെഡിക്കൽ എവിഡൻസ്, പിന്നെ ഡിജിറ്റൽ എവിഡൻസ്, സൈബർ എവിഡൻസ്, പിന്നെ അതുപോലുള്ള എല്ലാ തെളിവുകളും കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കോടതി അത് സസൂക്ഷ്മം പരിശോധിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. അതായത് 86 ദിവസത്തിൽ ഞങ്ങൾ പരമാവധി 2 ദിവസം 3 ദിവസം കഴിഞ്ഞൊക്കെ വീടുകളിലെല്ലാം പോകുള്ളൂ. പിന്നെ രാവിലെ 12 മണിക്ക് പോയാൽ പരമാവധി ഇത് സതീഷാണ്. ഇവരൊക്കെ രാത്രി, ചുരുക്കം പറഞ്ഞാൽ എനിക്ക് പറയാമല്ലോ, ഒരു റേഷൻ വാങ്ങണമെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം പോയി വാങ്ങേണ്ടി വന്നു. അത്രയ്ക്ക് സമയബന്ധിതമായി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്ര ഡെഡിക്കേഷൻ ആയിരുന്നു എല്ലാവരും.